പിന്നെ ഇവളാരാ കറുമ്പി, ഇവളെ എന്താ മഞ്ജുപിള്ള മോള് ഇങ്ങനെയാണോ നോക്കുന്നത്, ഇവളെന്ത് തെറ്റ്, മഞ്ജുപിള്ള എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. അല്ല ഞാൻ ഇതാവുന്നല്ല, ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ കൂട്ടുന്നു. മദർ അമ്മ നിലയിൽ പറയാറുണ്ട്, അമ്മ ലക്ഷ്മി ദേശമമ്മ ഭദ്രവലിയാണെന്നമ്മ. ഞാൻ എന്റെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ടോക്ക് ഓഫ് ദ ടൗൺ ദയാസുജിത്തിന്റെ വസ്ത്രധാരണമാണല്ലോ. ആക്ച്വലി ഒരാളുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ചർച്ചയാക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ പണ്ട് മുതലേ നിങ്ങളുടെ വീഡിയോസിനകത്ത് പറയാറുള്ളതാണ്, ഒരാളുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത് തന്നെ ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരാളുടെ വസ്ത്രധാരണം ശരിയോ തെറ്റോ എന്ന് പറയുന്നത് പോലും അത് സെക്കൻഡറി അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയിട്ട് പറയേണ്ട കാര്യം പോലും, അങ്ങനെയുള്ള ഒരാളുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത് എന്തോരം ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അപ്പൊ നീ എന്തിനാണ് ഇപ്പൊ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ തന്നെ ആയിക്കൊണ്ട്. ആക്ച്വലി ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഷെഫീന ബീവി പുള്ളിക്കാരിയുടെ ചാനലിനകത്തൂടെ ആയിരുന്നു. പുള്ളിക്കാരി അങ്ങ് പറ്റു വർത്താനമൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതൊക്കെ വലിയ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മറ്റു പല റിയാക്ഷൻ വീഡിയോസ് അല്ലാതെ കുറെ വീഡിയോസ് ഒക്കെ വന്നതിന് ശേഷം ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ തന്നെ ഷെഫീന ബീവി പുള്ളിക്കാരി പറഞ്ഞതാണ് ശരി, പുള്ളിക്കാരി പറഞ്ഞതിൽ എന്താണ് തെറ്റ്, അതാണ് ശരി, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യമാണ് പുള്ളിക്കാരി വന്ന് പറഞ്ഞത് എന്നുള്ള ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതേ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആൾക്കാർ ഇത്തരത്തിലുണ്ട് എന്നുള്ളത് കാണുമ്പോഴത്തേക്കിന് നമ്മൾ സ്വാഭാവികമായിട്ട് ഒഫൻഡഡ് ആവും, നമ്മൾ അതിനെ ഡിഫെൻസ് ചെയ്യാനെ കൊണ്ട് സ്വാഭാവികമായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ അത് തന്നെയാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പം ഷെഫീന ബീവി പുള്ളിക്കാരിയുടെ ഈ ഒരു കോണ്ടന്റിനകത്തൂടെ ആ ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതേ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിക്കറിയാം ഇത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നമുക്ക് നേരെ വരാൻ പോകുന്നൊരു വീഡിയോ ആണ്, കുറെ നാൾ കൂടി വരാൻ പോകുന്നൊരു വീഡിയോ ആണെന്ന് കൂടി എനിക്കറിയാം. പക്ഷെ നമ്മൾ പറയാനുള്ള കാര്യം പറയണ്ടേ? അപ്പോൾ ദയാസുജിത്ത് തന്നെ പുള്ളിക്കാരി ഇൻസ്റ്റയിൽ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റോറി ഇട്ടുണ്ട്. When you want to slap someone for their behavior, but you know your parents are famous and media will slam you. ശരിയാണ്, പുള്ളിക്കാരിക്ക് ചെവുകട അടിച്ചോർണം പൊട്ടിക്കിടുന്നത് തോന്നിയിരിക്കും. ഇപ്പൊ ഷെഫീന ബീവി പുള്ളിക്കാരി പറ്റി പറഞ്ഞു പോയിരിക്കുന്ന സാധനമുണ്ട്, അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തിന് നല്ല പൊട്ടിക്കണമെന്നൊക്കെ പുള്ളിക്കാരിക്ക് തോന്നും. പക്ഷെ എന്ത് ചെയ്യാനാണ്, സെലിബ്രിറ്റി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ പുള്ളിക്കാരിനെ കുറ്റപ്പെടുത്തും, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വിചാരിച്ച് അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പുള്ളിക്കാരിയുടെ. എന്താണെങ്കിലും ഇങ്ങനൊരു ഇത് വന്നതിന് ശേഷം പുള്ളിക്കാരി തന്നെ ഈ ഒരു ഫോട്ടോ എടുത്ത് വീണ്ടും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇട്ടേക്കുന്ന വിഷയം അയക്കുന്ന ആ ഒരു ഫോട്ടോ തന്നെ എടുത്ത് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ ഷെഫീന ബീവിയുടെ വീഡിയോക്കകത്തോട്ട് പോകാം. ഇത് പുള്ളിക്കാരിയുടെ അതേ മൈൻഡ് സെറ്റിൽ പോകുന്ന ഒരു കൂട്ടം ആൾക്കാർക്കെതിരെയാണ് നമ്മളോട് സംസാരിക്കുക. നമുക്ക് നേരെ അതിലോട്ട് പോവാം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് എന്തോ പിന്നെ തള്ള വൈബ്, ആന്റി വൈബ്, മുത്തശ്ശി വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ആ ഒരു കിണത്തിൽ പെടുത്തിയാൽ മതി. ശരിയാണ്, ഒരു മുത്തശ്ശി വൈബ് എന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. ഇത് മുത്തശ്ശി വൈബല്ല, ഇത് ശിലായുഗ വൈബാണ്. ശിലായുഗത്തിൽ നിന്ന് കാലം തെറ്റി 2026 വന്നേക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശിലായുഗത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഒരിക്കലും 2026 നിങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനെ കൊണ്ട് ഒരർഹതയില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്കതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? കയറൂരി വിടാൻ ദയാസുജിത്തിനെ മഞ്ജു ചേച്ചി കയറി കെട്ടി നിർത്തിയേക്കായിരുന്നു. അല്ല, കയറി കെട്ടി നിർത്തിയാലല്ലേ നമുക്ക് കയറൂരി വിടാൻ പറ്റുള്ളൂ. ഇതെന്തോ അല്ല, പോത്തിനെ ആടിനെയൊക്കെ കയറി കെട്ടി നിർത്തിയ പോലെയാണോ പറയുന്നത് കയറൂരി വിട്ടേക്കാണെന്നുള്ളത്? ആക്ച്വലി ആ ഒരു ടേം തന്നെ എത്രത്തോളം വൃത്തികെട്ട ഒരു വാക്കാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കയറൂരി വിട്ടേക്കാണെന്നുള്ളത്. അല്ല, അപ്പൊ ഈ ആമ്പിള്ളേർ ഇതുപോലെ നമ്മളൊക്കെ ജിമ്മിൽ പോയിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ ഊരി കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ മസിൽ ഉരുട്ടി കയറ്റിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് വന്ന് നമ്മളെ കയറൂരി വിട്ടേക്കാണ്. എനിക്ക് പക്ഷെ ഞങ്ങളെ ആരും കയറ് കെട്ടി വെച്ചിട്ടില്ല. ദയാസുജിത്തിനെ കയറ് കെട്ടി നിർത്തിയേക്കുന്ന ഫോട്ടോയോ വീഡിയോസോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനത്തെ വാക്കുകൾ പറയില്ല. എപ്പോഴും പെൺകുട്ടികൾ ഒരിത്തിരി എന്താ പറയാ, ഒരു നോർമൽ ബിഹേവിയർ കാണിക്കുമ്പോഴത്തേക്കിന് ഇതൊക്കെ കാണുമ്പോൾ പലർക്കും അബ്നോർമൽ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ അവർ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ വേ ഓഫ് പെരുമാറ്റം, ഇതെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അത് കാണുമ്പോഴത്തേക്കിന് കയറൂരി അങ്ങ് ഇട്ടേക്ക്, അവള് നശിച്ചു. ഈ പരിപാടികളൊക്കെ തന്നെ ആമ്പളത്തെ രീതിയിൽ നമ്മുടെ നാട്ടിൽ എന്തോരം കൊച്ചാട്ടന്മാര് മുണ്ടും മടക്കി കുത്തി തോടയം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പം ആ കൊച്ചാട്ടന്മാരെയൊക്കെ മുണ്ടൂരി വിട്ടേക്കായിരുന്നു. അതെന്താ ആരും ചോദ്യം ചെയ്യാത്തത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം എന്ന്. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നത്? ഈ തുണി പറിച്ചെറിയലാണ് സ്വാതന്ത്ര്യം? അല്ല,
അങ്ങനെ ആരെ തുണി പറിച്ചെറിഞ്ഞ ആരാ ഇവിടെ? ദയാസുജിത്ത് വന്ന് വീടിക്കകത്ത് ഇങ്ങനെ തുണി മറിച്ച് ഒരു അറ്റയർ എറിയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? ഇനി തുണി പറിച്ചെറിയുന്നതാണ് ഫ്രീഡം എന്ന് ആരെങ്കിലും പറഞ്ഞായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? ഇല്ല. കാരണം ഇത് ആർക്കും ചർച്ച ചെയ്യാൻ പോലും താല്പര്യം ഇല്ലാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ഒരു കൂട്ടം ആൾക്കാർ ഇത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ബട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ആൾക്കാർ അതിനെ പറ്റിയിട്ട് ബോധർ പോലും ചെയ്യുന്നില്ല. ഇപ്പോഴും ശിലായുഗത്തിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇതിനെ പറ്റിയിട്ട് ഇപ്പോഴും ബോധർ ചെയ്യുന്നത്. അവരുടെ വസ്ത്രധാരണം തുണി പറിച്ചെറിയാണെന്നൊക്കെ ഉള്ളത്. ബെറ്റർ ഈ ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് കുറച്ചുകൂടെ ഗ്രോപ്പ് ആക്കുക. അപ്പൊ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കാലഘട്ടം മാറി ഇതൊക്കെ ആൾക്കാർ മനസ്സിലാക്കുക. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഞാനിവിടെ നേരത്തെ ബുക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കറിയാം അടുത്ത ലക്കം PSCക്ക് അത് എന്തായാലും ചോദിക്കുന്നുള്ളത്. അപ്പോൾ ഒരുപാട് മോശം വാക്കുകൾ കേട്ടിട്ടും ഇവരുടെ നാട്ടിൽ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടിയ വ്യക്തി ഷെഫീന ബീവി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക്, സർവേ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം അങ്ങനെ റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്ന എക്സ്പീരിയൻസാണ് പറയുന്നത്. അതിന് പിറകിൽ ഞങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ, ഞാനായാലും എൻ്റെ അമ്മയായിരുന്നാലും ഒക്കെ അനുഭവിച്ച സ്ട്രഗിൾ. ഓക്കെ, അപ്പൊ മുസ്ലിം സമുദായത്തിൽ നിന്നും അങ്ങനെ റെവല്യൂഷൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടും ആദ്യമായിട്ട് ജോലിക്ക് പോയേക്കുന്ന വ്യക്തി, ഒരുപാട് വിപ്ലവം ഉണ്ടാക്കിയേക്കുന്ന വ്യക്തി ഷെഫീന ബീവിയുടെ മമ്മി. കൂൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ചിന്താധാര ബാക്ക്വേർഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ. ആ വ്യക്തിയുടെ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. പഠിപ്പിച്ച പെണ്ണ് വീട്ടിൽ ചോറും കറിയും വെക്കുന്ന സിനാരിയോ കാണുന്നുണ്ട്. അവള് പറയുന്ന കുടുംബമാണ് വലുത്, കുടുംബത്തിന്റെ ഇതാണ് എന്റെ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി കുടുംബമാണ് വലുതെന്ന് പറയുന്ന ഇടത്താണ് ഫെമിനിസത്തിന്റെ ഡെപ്ത് പറഞ്ഞു കൊടുക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ മറ്റൊരാളുടെ അണ്ടറിൽ അയാളുടെ എച്ചിൽ തിന്ന് അയാൾ കാണിക്കുന്ന പോക്കൃത്തരം അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഓരോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ റെവല്യൂഷൻ നടത്തേണ്ടി വരുന്നത്. സ്വന്തം ലൈഫ് പണയം വെച്ചിട്ടും അതിനകത്ത് ഉണ്ടാകുന്ന മോശങ്ങൾ, കഷ്ടതകൾ, തേണ്ടിത്തരങ്ങൾ കേട്ടിട്ട് നമ്മൾ അതിനു വേണ്ടി നിലകൊള്ളുന്നത്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ തീട്ടങ്ങളൊക്കെ ഒഴുകിയാണ്. അല്ല, ഇത് പറഞ്ഞിട്ട് ഈ വാഗൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ചോറിടുന്നത്? എന്തുവാ ഇത്? പുള്ളിക്കാരി കണ്ടന്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എല്ലാ ആൾക്കാരെയും പോലൊക്കെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര അൺവാണ്ടഡ് ആയിട്ട് പോയില്ലേ? കാര്യം ഇതിനകത്ത് പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു പോയേക്കുന്ന പറ്റു വർത്താനാണ് പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത്. ഈ പെൺകുട്ടി കാണിക്കുന്ന പോക്കൃത്തരം കണ്ടാലോ, എന്തൊക്കെയാണ് അതിന്റെ ഡ്രസ് കോഡ്? അല്ല, ഇവിടെ എന്ത് പോക്കൃത്തരമാണ് കാണിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചോ? എൻ്റെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചോ? കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്ത് പോക്കൃത്തരമാണ് അവിടെ ദയാസുജിത്ത് കാണിച്ചതെന്നുള്ളത്. എൻ്റെ ആ ഒരു മാനസിക പ്രയാസം കൊണ്ടായിരിക്കും കൃത്യമായ വാക്കുകൾ വരാത്ത. ഞാൻ കൃത്യമായി പറയാം. ഓ മൈ ഗോഡ്, പുള്ളിക്കാരിക്ക് മാനസിക പ്രയാസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ദയാസുജിത്തിന്റെ ഈ ഒരു ദയാസുജിത്ത് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ കാരണം പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരിനെ പോലെയുള്ള ഒരു പറ്റം ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിക്ക് നിങ്ങൾ കാരണം മാനസിക ബുദ്ധിമുട്ടുണ്ടായി, വിഷമമുണ്ടായി, ഡിപ്രഷനായി. ഒരാൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കിന്, പുള്ളിക്കാരുടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ, ഒരു മോഡൽ ഷൂട്ട് കണ്ടപ്പോഴത്തേക്കിന് ഡിപ്രഷൻ ആയേക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അല്ലെങ്കിൽ ഈ കൊച്ചാട്ടന്മാരൊക്കെ ഈ മുണ്ട് മടക്കി കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതും, ആണുങ്ങൾ മറ്റേ മിറർ സെൽഫിയിൽ മറ്റേ ജിമ്മ് ബോഡിയൊക്കെ കാണിച്ച് മറ്റേ അണ്ടർവെയർ ഇട്ടുകൊണ്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണുമ്പോഴത്തേക്കിന് അപ്പം നിങ്ങൾക്ക് ഇതുണ്ടാവാറില്ലേ? പെൺകുട്ടികൾ ചെയ്താൽ അതിന് കുഴപ്പം, ആൺകുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് പറയുമ്പോൾ എന്തോരം ചേച്ചിമാർ ഇതുപോലെ സാരി ഉടുത്തിട്ട് വയറും കാണിച്ചിട്ട് എത്രയോ ആൾക്കാർ നടക്കുന്നുണ്ട്. വയറ് മാത്രമല്ല, പല രീതിയിലും ഇവരായിട്ട്. കാര്യം കേരളത്തിന്റെ തനതായിട്ടുള്ള മാന്യമായിട്ടുള്ള വസ്ത്രം എന്ന് പല ആളുകൾ അവകാശപ്പെടുന്ന സാരിയല്ലേ. ആ സാരി ഉടുക്കുന്നതിൽ പോലെ എത്രയോ ആളുകൾക്ക് വയറ് കാണുന്നു, അത് ഇത് അങ്ങനത്തെ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം പ്രശ്നങ്ങളല്ലേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ? എന്താ ഇത്? ഉദാഹരണം, ഇപ്പൊ നമ്മള് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു. ഏത് വർഷത്തിൽ അത് പബ്ലിഷ് ആയത്? അതിന് ഇത്രയും കയ്യടി. ജയ 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 ഹേ എന്ന സിനിമ കണ്ടു. അത് ഏത് വർഷത്തിലാണ് പബ്ലിഷ് ആയത്? ഇത്രയും കയ്യടി, ഇത്രയും അക്സെപ്റ്റൻസ്. ഞാനൊക്കെ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. അതെന്തേ ഇരുന്ന് കൈയടിച്ചപ്പോൾ സൗണ്ട് കേട്ടില്ലേ? പിന്നെ ഈ വർഷത്തിന്റെ കണക്ക് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു ഫോട്ടോ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തത് 2023 മെയ് 30-നാണ്. അതായത് 30 മെയ് 2023 ഇട്ടേക്കുന്ന ഫോട്ടോ 3 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇവർക്കിത് കണ്ടിട്ട് പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പം ഞാൻ ആലോചിക്കുന്ന, കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ പുള്ളിക്കാരുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുകയായിരുന്നോ? അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ 3 വർഷത്തോളം മാനസിക സംഘർഷത്തിലാക്കാനെ കൊണ്ട് ഈ ഒരു ഒറ്റ ഫോട്ടോയ്ക്ക് സാധിച്ചു. എന്തുവാ ഇത്? അങ്ങനെയൊക്കെ തിയേറ്ററിൽ കിടന്ന് പെർഫോം ചെയ്യുന്ന ഒരു അലകളിലേക്ക് ആ സിനിമ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു അടി അവനായിട്ട് പൊട്ടിച്ചപ്പോൾ. പഴയ കാലഘട്ടത്തിൽ ഹസ്ബൻഡിന്റെ പേര് പറയാൻ പഠിക്കുന്നവരുണ്ട്.
അയൽക്കൂട്ടം മീറ്റിംഗിൽ പറയുന്നതാണ്, ഞാൻ 2 പെറ്റിട്ടാണ് ഞാൻ അങ്ങേരുടെ മോൻ തന്നെ കണ്ടതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അഭിമാനമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അടുക്കള വാരാന്തയ്ക്കിപ്പുറം പെണ്ണിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പെണ്ണ് ഇരുന്ന് ഒരു വിവാഹം അത് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. പെണ്ണ് മാത്രമാണുണ്ടെങ്കിൽ അവിടെ ഒരു വിവാഹ ബന്ധത്തിന് ചർച്ച വയ്ക്കത്തില്ല. ആണുങ്ങൾ വേണം, മാമാമാരെ വിളിക്കണം. ഇന്നത് മാറി വരുന്നു. മുലഞ്ഞെട്ടിൽ വെള്ളയ്ക്ക തുന്നി പിടിപ്പിച്ചിരുന്നു റൗക്ക ഇട്ടതിന്. ഒരുപാടൊന്നുമില്ല, 30കളിൽ 1930കളിൽ അന്ന് നടന്ന ചാന്നാർ ലഹള. മാറുമറയ്ക്ക സ്വാതന്ത്ര്യമില്ല. പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചെന്നാഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. 30ഓളം പേര്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്തെ? നീ ഒരു മെറ്റീരിയൽ ആണോ? കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? എന്ത് ചേച്ചി നിങ്ങൾക്ക് എന്തിനാ ഇത്ര ഒഫൻഡഡ് ആവണേ? അവിടെ ഒരു ഫോട്ടോ അല്ലേ ഇട്ടുള്ളൂ. ആരെയും കൊങ്കായിക്കൊന്നും കയറി പിടിച്ചില്ലല്ലോ ഇങ്ങനെ ഒഫൻഡഡ് ആവാൻ. മെറ്റീരിയൽ ഇങ്ങനെ ഈ 13 വയസ്സ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടീനെ ഒരു കൂട്ടം ആളുകൾ ചേർത്ത് അങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിന് ആ കുട്ടിയുടെ പ്രശ്നമാണോ ഇവരുടെ പ്രശ്നമാണോ ആ ചെയ്തേക്കുന്നവന്മാരുടെ പ്രശ്നമാണോ? നമ്മുടെ നാട്ടിൽ സ്റ്റിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ 18 വയസ്സ് പൂർത്തിയാവുന്നതിന് മുന്നേ പെൺകുട്ടികളെ കല്യാണം കഴിക്കുകയും ഇതുപോലെ 5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും, അതായത് 1 വയസ്സ് മാത്രം പോലും തികയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ആ കുട്ടികൾ ഇവിടെ ഇരയാക്കപ്പെടുന്നുണ്ട് കുറെ ഞരമ്പന്മാരുടെ ഇതിന് കാരണം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണത്തിന്റെ കുഴപ്പമാണോ? അവൻ ഇവിടെ പറതിട്ട് നടക്കുന്ന ആൾക്കാരെ വരെ ഇങ്ങനെ ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് അവരുടെ വസ്ത്രധാരണത്തിന്റെ കുഴപ്പമാണോ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഒരു ആണിന്റെ മുന്നിൽ ഒരു സ്ത്രീ അവൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് എന്തെങ്കിലും കാര്യം കൊണ്ട് അവരുടെ വസ്ത്രം ഒന്ന് മാറിയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്നും ഇല്ല ഭയങ്കര ന്യൂഡായിട്ട് ഒരാളുടെ മുന്നിൽ വന്ന് നടക്കുകയാണ്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിന് അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അയാളെ സഹായിക്കാതെ ഇത് കണ്ടപ്പോഴത്തേക്കിന് പെട്ടെന്ന് ആ ഞരമ്പത്തരവും കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നിയിട്ട് ആ ഒരു പെൺകുട്ടിനെ പോയിട്ട് കടന്നാക്രമിച്ച് വേറെ പരിപാടികൾ ചെയ്യുകയാണോ അവിടെ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന്റെ കുഴപ്പമല്ലേ? ആ പെണ്ണ് അല്ലെങ്കിൽ അവിടെ ഒരു സ്ത്രീ അവിടെ ഡ്രസ്സ് ഇല്ലാതെ നിൽക്കുന്നതിന്റെ പ്രശ്നമല്ല, അവന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് അല്ലേ? ആ സ്ത്രീ അവിടെ ഒരു ആക്സിഡന്റ് പറ്റിയതാണെന്നോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് അങ്ങനെ അതിന്റെ പുറത്ത് ഡ്രസ്സ് കീറിപ്പോയതാണെന്നോ അതിന്റെ ബുദ്ധിമുട്ടുകളാണെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ കൊണ്ട് അവന് കഴിയാതെ അത് കണ്ടപ്പോഴത്തേക്കിന് നഗ്നമായിട്ടുള്ള ശരീരം കണ്ടപ്പോൾ അവന് അത്ര ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കുഴപ്പമാണ്. പൈതൃകം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഇല്ലാതെ പോകുന്നതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. അത് മനസ്സിലാക്കണം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയൽ ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം. ബസ്സിൽ പോകുന്ന ചേച്ചികളടുത്ത് പെണ്ണുങ്ങളടുത്ത് പോയി ചോദിക്കണം, ചേച്ചി നിങ്ങൾ ചോറും കറി വെക്കുന്നത് ബസ്സിലിരുന്നാണോ വീട്ടിലിരുന്നാണോ എന്ന്. എന്തു പറയുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, ബാ നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ വില്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്ത് ഓടുന്ന ഓരോ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, എവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ ഓടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോട് പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. അല്ല, ഇവിടെ മിണ്ടാനെ കൊണ്ട് 3 വർഷം മുന്നേ ഇട്ടേക്കുന്ന പോസ്റ്റാണ്, ഇപ്പോഴാണോ പ്രശ്നം ഉണ്ടായത്? അല്ല, നിങ്ങളത് ആലോചിച്ച് നോക്കണം. അവരുടെ നാട്ടിലെ സൈക്കിൾ നമ്മളെ എഴുതി വെച്ചിട്ട് എന്തുവായിരുന്നു, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടും സൈക്കിൾ ചവിട്ടേണ്ടി വന്നേക്കുന്ന വ്യക്തിയാണ് ഷെഫീന ബീവി. പിന്നെ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടും വിപ്ലവകരമായിട്ട് ജോലിക്ക് പോയേക്കുന്ന ഒരു വ്യക്തിയാണ് ഷെഫീന ബീവിയുടെ മമ്മിക്കൂൾ. അപ്പം അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇവർ വന്ന് പറയുന്ന കാര്യം എന്താണ്? ഇവരുടെ വസ്ത്രധാരണം ശരിയല്ല. എന്നാ പറയാനാ അത്? മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? അല്ല, എന്ത് തോന്നിവാസമാണ് കാണിച്ചത്? മഞ്ജു ചേച്ചി ഇതിനകത്ത് എന്ത് തോന്നിവാസമാണ് കാണേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല എന്ത് തോന്നിവാസമാണ് ഇവിടെ കാണിച്ചെന്നുള്ളത്. അപ്പൊ പിന്നെ പുള്ളിക്കാരിക്ക് എങ്ങനെ എന്ത് തോന്നിവാസം കാണാൻ എനിക്ക് മനസ്സിലാവണില്ല. പെമ്മക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ടൈമാക്കി കൊടുക്കുക. അല്ല, ഇനി ഇവിടെ ദയാസുജിത്തിന് എഡ്യൂക്കേഷൻ ഇല്ലെന്നാരെങ്കിലും പറഞ്ഞ? അവർ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അവരെന്നെ ഒരു സ്റ്റോറി ഇട്ടേക്കുന്ന പലരെയും പോയിട്ട് ചെവുക്കല്ല് തുറക്കെ ഒരെണ്ണം പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഒരു സെലിബ്രിറ്റിയുടെ മകളായി പോയതുകൊണ്ട് അത് കഴിയുന്നില്ല. കാര്യം ആൾക്കാർ അവരെ തെറി വിളിക്കും.
അത് കുറച്ച് കോമൺ സെൻസ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് തോന്നിയിരിക്കുന്ന കാര്യമാണ്. അതില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ വന്നിട്ട് ഇതാ പറയുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. ഇത് കേട്ടിട്ട് തന്നെ എനിക്ക് തന്നെ ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കുന്ന സംഭവമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. പറഞ്ഞു കൊടുത്തപ്പോ അരയും കുറേ ഇട്ട് തുള്ളി കളിക്കുന്ന നീയൊക്കെ എന്താണ് പറയണെന്ന് അറിയാമോ? പച്ച മലയാളത്തിൽ പറയാം, എൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ, തുളയും വരയും വടയും ഉണ്ട്, വരൂ ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജുപിള്ള വളർത്തിയ മകളെ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി, ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്ന. ഈ മലയാള ഭാഷയിൽ കുറച്ച് നല്ല വാക്കുകൾ കൂടി ഉണ്ട്. ബെറ്റർ ഇങ്ങനത്തെ ചിന്താഗതിയായിട്ട് നടക്കുന്ന, പൊതുവായിട്ട് പറയുകയാണ് ഇങ്ങനത്തെ ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാർ നിങ്ങൾ വേണം പോയിട്ട് ഇതുപോലെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആവാനെ കൊണ്ട്. നമ്മുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തച്ചിപ്പി പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുന്നതാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും വസ്ത്രധാരണത്തിൻ്റെ ഈ സാധനം പറയുന്നത്. ഇപ്പൊ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ ഇപ്പൊ നെഗറ്റീവ് പറയും, എടാ അത് കണ്ടില്ലേ, അത് അങ്ങനെയാണ് വസ്ത്രത്തിന് പ്രശ്നം, തേങ്ങാ കൊല. ഇതൊന്നും പോരാനിട്ട് കമന്റ്സ് കുറെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കമന്റ്സിന് അതെടുത്ത് വെച്ചിട്ട് അവൾ പറയുന്നതാണ്, ഈ സുജിത്ത് വാസുദേവനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. അവളെ കമന്റ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഇതെല്ലാം അവള് പിന്നെ ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കോലം കണ്ടില്ലേ, എന്തിനാടി അതും കൂടെ മറച്ചു വെക്കുന്നത്? നീ അതും കൂടെ തുറന്ന് കാണില്ലേ, അതും കൂടെ തുറന്നാണ് ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റ്. ആഗ്രാമിൽ നിന്ന് പൈസ ഇടുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോന്നും അതിന്റെ ഒരു കോപ്പി പോലെ ഫേസ്ബുക്കിലേക്ക് ഇതാവും. ഫേസ്ബുക്കിൽ നിന്ന് മണി കിട്ടുന്നുണ്ടോ? പിന്നെ മണി കിട്ടാൻ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനായി തുറന്ന് കാണിക്കുന്നത്? അത് കമന്റ് എന്താണെന്ന് അറിയാം. ഈ ഫേസ്ബുക്കിൽ നിന്ന് വഴിതെറ്റി ഇൻസ്റ്റാഗ്രാമിലോട്ട് വരുന്ന കുറച്ച് ഫേസ്ബുക്ക് അമ്മമാരും അമ്മായിമാരും ഉണ്ട്. നിങ്ങൾക്ക് വഴിതെറ്റിയ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് ഫേസ്ബുക്കിലേക്ക് തന്നെ തിരിച്ചു പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്തയ്ക്ക് വിളി സുനിശ്ചിതം എന്നുള്ള കാര്യം ഞാനിവിടെ പൊതുവായിട്ട് അറിയിച്ചു കൊള്ളുകയാണ്. അപ്പോൾ ചില ആളുകൾ പറയും, ആന്ധ്ര ഫേസ്ബുക്ക് അമ്മാവൻ അമ്മായി എന്നൊക്കെ പറയുന്നത് നിനക്കും പ്രായമാവത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഗായ്സ്, ഇവിടെ ഒരാളുടെ പ്രായത്തെ വെച്ചിട്ടല്ല ഞാൻ ഈ അമ്മാവൻ അമ്മായി എന്നുള്ള സാധനം പറയുന്നത്. ചില ആളുകളുടെ മൈൻഡ് സെറ്റ് ഉണ്ട്, ചിലരുടെ ചിന്താഗതി ഭയങ്കര പ്രായമായിട്ടുള്ളതാണ്. ശിലായുഗത്തിലെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഇപ്പോഴും ഈ ഒരു വസ്ത്രധാരണ ശരിയോ തെറ്റോ പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ പറ്റി മാത്രമാണ് ഫേസ്ബുക്ക് അമ്മാവൻ അമ്മായി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. പിന്നെ ഇവിടെ ഫേസ്ബുക്കിൽ പുള്ളിക്കാരി പൈസയ്ക്ക് വേണ്ടി ഇട്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും, ഇവിടെ നീ അന്ന് ഹൻസികയുടെ വിഷയത്തിലും രേണുസുധയുടെ വിഷയത്തിലും എന്താടാ നീയൊക്കെ അവിടെ സംസാരിച്ചെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. ഗൈസ്, ഇവിടെ ഒരിക്കലും ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നോ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ദയാ സുജിത്ത് പുള്ളിക്കാരുടെ കേസിലാണെങ്കിൽ പോലും പബ്ലിക്കായിട്ടൊരു പോസ്റ്റ് ഇട്ടു. അതിനകത്ത് ഫേസ്ബുക്കിലാണെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് ഫേസ്ബുക്കിൽ പുള്ളിക്കാരിക്ക് അക്കൗണ്ട് ഇല്ല. പിന്നെ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് പുള്ളിക്കാരിക്ക് പൈസ ഇട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് പുള്ളിക്കാരുടെ അക്കൗണ്ട് കണ്ടില്ല ഫേസ്ബുക്കിൽ. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ചിലപ്പോൾ എനിക്ക് തെറ്റിപ്പറ്റി പോയതെല്ലാം ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഞാൻ ഇപ്പോൾ അവരുടെ കേസ് രേണുസുധി ഇവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ്റെ അവരുടെയൊക്കെ കേസിലാണ് ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എക്സ്പോസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ വേറെ ആർക്കും ഇവിടെ പ്രശ്നം തോന്നേണ്ട കാര്യമില്ല. അതർവൈസ് അത് അവരുടെ ചോയ്സ് ആണെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വരെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോക്കകത്തും ഇതൊക്കെ തെറ്റാണെന്നോ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ അങ്ങനത്തെ സാധനം കാണാൻ പറ്റില്ല. ഇത് എടുത്ത് പറഞ്ഞ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോൾ കമന്റ് ബോക്സ് എന്നിട്ട് ഇപ്പോൾ അത് പറയും. അതുകൊണ്ടാണ്. അപ്പം വാലും അറ്റവും മാത്രം കേട്ടിട്ട് പറയുന്ന ചില ടീംസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി കേൾക്കാം. ഇതെന്താണെന്നറിയാമോ? മോഡേണിസം തലയിൽ കയറിയിട്ട് സംഭവിച്ച ഒരു തരം വൃത്തികെട്ട സോക്കേടാണ്. ഈ സോക്കേഡിന് നല്ല തെരച്ചി വാല് കിട്ടും, അത് വെച്ചാണ് പൊട്ടിക്കേണ്ടത്. മുൻപ് കാലഘട്ടങ്ങളിൽ നമ്മുടെ പേരൻസ് ഒക്കെ തന്നെ നമ്മൾ ചുരിദാർ ഇടുന്നില്ലേ? ഞാൻ ചുരിദാർ ഇടുന്ന സമയത്ത് ഞാനൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യം ചുരിദാർ ഇട്ടത് ഞാനാണ് ഓർത്തോളുക. ഇത് ഇടുമ്പോൾ തന്നെ എന്തെല്ലാം പറയും, കാൽസറായിട്ടുണ്ട് ഇറങ്ങിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവരുടെ നാട്ടിൽ ആദ്യമായിട്ട് ചുരിദാർ ഇട്ട വ്യക്തി ഷെഫീന ബീവി. അപ്പോൾ ഇവരുടെ നാട്ടിൽ ആദ്യമായിട്ട് ചുരിദാർ ഇട്ട വ്യക്തിയാണ് ഷെഫീന ബീവി. അന്ന് ആൾക്കാർ കുറ്റം പറഞ്ഞിരുന്നു. അതേ വ്യക്തിയാണ് ഇന്ന് വേറൊരാളുടെ കാര്യത്തിൽ വന്ന് കുറ്റം പറയുന്നത്. കാൽസറായിട്ടുണ്ട്. ഈ രീതിയിലുള്ള ടോണുകൾ സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യമാണ്. എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് അരോചകമാകാതിരിക്കുന്നവർ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അരോചകമായി വസ്ത്രധാരണം ചെയ്താൽ പബ്ലിക് ന്യൂസൻസ് ആണ്. നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് ഇറങ്ങാൻ ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയോളമാരെ വേണം പഠിക്കാനായിട്ട്. ഖനി വരുന്നേ ഇത് നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അല്ല, എന്ത് നിങ്ങൾ ഇങ്ങനെ പറയാനും മാത്രം എന്താണ് പബ്ലിക് ന്യൂസൻസ് ആയെന്ന് പറയുമ്പോഴത്തേക്കിന് എവിടെ തുണിയില്ലാതെ ആരും ഇവിടെ നടക്കുന്നില്ലല്ലോ. ഞാൻ ഇവിടെയാണ് പറഞ്ഞത്. ഇപ്പോൾ പബ്ലിക് ന്യൂസൻസ് എന്നും ഇത് കാര്യങ്ങൾ പറയുമ്പോൾ ഇവരിവിടെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ മൈൻഡ്സുള്ള ആൾക്കാർ പറയുന്നത് ഇങ്ങനെ വസ്ത്രം ഇതായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് ഭയങ്കര ആണുങ്ങൾക്ക് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും കയറി അത് ചെയ്യുന്നതും മറ്റേ ചെയ്യുന്നതൊക്കെ. ഇവിടെ ആണുങ്ങൾ എന്തോരം പേര് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊടയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് മുണ്ട് മടക്കി കുത്തുന്നതും ജിമ്മിലെ ഇത് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എത്രയോ ആണുങ്ങളെ ഇപ്പോൾ പെൺകുട്ടികളെ ഇതുപോലെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുകയും പരിപാടികളൊക്കെ ചെയ്യുന്ന റേപ്പ് ചെയ്യുന്ന കേസൊക്കെ എന്തോരം ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിന് അവരുടെ കേസിൽ എന്തുകൊണ്ട് ഇത് വന്ന് പറയണില്ല ആൾക്കാർ? ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾക്ക് എന്തുവാ വിചാരങ്ങൾ എന്ന് പറയുന്ന ആണുങ്ങൾക്ക് മാത്രമേ പെണ്ണുങ്ങൾക്ക് തോന്നൂലേ?
അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെപ്പറ്റി എന്ത് പറയുന്നില്ല. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇക്വാലിറ്റിനെ പറ്റിയിട്ട് അതിപ്പോൾ കാറ്റി പറഞ്ഞ് നടത്തുന്ന സംഭവം തന്നെയാണ്. ആണുങ്ങൾക്ക് എന്തു ആവാം, പെണ്ണുങ്ങൾക്ക് പാടില്ല, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ദിസ് ഈസ് വെരി ചീപ്പ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരടുത്താണ്. ഇത് ജനറേഷൻ ഗ്യാപ്പ് അല്ല. അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ അവരെ വീട്ടിൽ കാണിക്കണം, അവരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉരിഞ്ഞ് കാണിക്കട്ടെ. പബ്ലിക്കിലൊന്നും ഇതുപോലെ കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത കുട്ടികൾ ഇത് റോൾ മോഡലാക്കും. ഇത് കണ്ടിട്ട് ആ കൊള്ളാല്ല, സുജിത്തിന്റെ മോൾ അങ്ങനെ കാണിച്ചത്, മഞ്ജുപിള്ളയുടെ മോക്ക് അത് കാണിച്ചാൽ പിന്നെ എനിക്കെന്ത്, അമ്മച്ചി എനിക്കൊരു ജട്ടി മാടി വേണ്ട, ഞാൻ അതിട്ടുണ്ടോ നടക്കാൻ പോണേ. അല്ലെ, കുട്ടികൾ ഇത് കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തു അവരങ്ങനെ ഡ്രസ്സ് ധരിച്ചു എന്നുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല. എന്ത് തെറ്റാണ്? അവിടെ കുട്ടികൾ ഇപ്പം നിങ്ങൾ പറയുന്നത് കാണുന്നവർക്ക് അരോചകമായിട്ട് തോന്നി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്നുണ്ടെങ്കിൽ ആദ്യം കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് പേരൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ, നിങ്ങൾ ഇതുപോലെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾ ഇട്ടോ. പിന്നെ അപ്പം നിങ്ങൾ ആലോചിക്കൊണ്ടൊരു കാര്യമുണ്ട്, സമൂഹത്തിൽ നിങ്ങൾ ഇതിട്ടുകൊണ്ട് ഇറങ്ങി നടക്കുമ്പോഴത്തേക്കിന് ഒരു കൂട്ടം ശിലായുഗത്തിലെ മൈൻഡ് സെറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവർ വന്നിട്ട് നിങ്ങളെ പറ്റിയിട്ട് അപരാധം പറയും. അത് നിങ്ങൾ ഒരിക്കലും അത് കേട്ടിട്ട് നിങ്ങൾ അത് മൈൻഡ് ചെയ്യാനേ നിൽക്കണ്ട. അവര് എവിടെയോ കിടന്ന് ആരൊക്കെയോ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞു, അത് അത്രയാക്കി അങ്ങനെ അങ്ങ് വിട്ടാൽ നിങ്ങൾ അതിനകത്ത് കൂടുതലൊന്നും സംസാരിക്കാനേ പോകണ്ട. ജസ്റ്റ് ലീവ് ഇറ്റ്. അങ്ങനെ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പേരൻസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അത് എന്ത് വസ്ത്രമായിക്കോട്ടെ, അത് അവരുടെ ചോയ്സാണ്. ഈ കണ്ടെടുത്ത് പോയി വെള്ളം കളയുന്ന കുറേ അവന്മാർക്ക് ഇത് കാണുമ്പോൾ എന്തോ തോന്നും. അതിൽ നിന്ന് മാറി ആ വ്യത്യാസങ്ങൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എഫർട്ട് എടുക്കുന്ന മനുഷ്യരെ നോക്കി കൊഞ്ഞണം കാണിക്കരുത്. മരിച്ചുപോയ നമ്മൾക്കൊക്കെ മാറി മറക്കാനുള്ള സ്വാതന്ത്ര്യം നേടി തന്ന അങ്ങേലിയെ ഓർത്തു നോക്ക്. ചരിത്രം പഠിച്ചൂടെ കൊച്ചേ? ഒരു 4 അക്ഷരം പഠിക്കാൻ നോക്ക്, 4 അക്ഷരം വായിക്കും, പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അതെ, പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഇനി ദയാസുജിത്ത് വന്നിട്ട് പറയണം എല്ലാവരും പർദ്ദ ഇട്ട് നടക്കണം, അല്ലെങ്കിൽ മറ്റേ സാരി ചുറ്റിയിട്ട് സാരി ഉടുക്കുമ്പോൾ പോലും നിങ്ങൾ ഷാൾ ഇടണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കണം. അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടായിട്ട് എല്ലാവരും മാറണം. ഇതുപോലെ ചേച്ചിമാരും ടോക്സിക്കുകളായിട്ട് മാറണം. ഇത് സദാചാര പ്രോമാക്സ് അടിച്ചിട്ടാണ് എല്ലാവരും വന്നിട്ട് ഈ വർത്താനം പറയുന്നത്. വസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം ജനത ഇവിടെ മൂടപ്പെടുകയാണ്, മുഖം വരെ മറക്കപ്പെടുകയാണ് പെൺകുട്ടികളുടെ. അവർ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള വൾഗാരിറ്റി കാണുമ്പോഴത്തേക്ക് ഭയപ്പെട്ടിട്ട്. അതുകൊണ്ടല്ല, ഒരു ചുള്ളിക്കമ്പയിൽ സാരി ചുറ്റിയാലും അത് കണ്ടിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഞരമ്പന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് കാരണമാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരുന്നത് അവന്മാരുടെ കുഴപ്പമാണ്. അത് സ്ത്രീകളുടെ കുഴപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ത്രീക്ക് വിവസ്ത്രയായിക്കൊണ്ട് ന്യൂഡായിട്ട് ഒരാളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് 2 രീതിയിൽ അവനെ ചിന്തിക്കാം. 1, ആ പെൺകുട്ടിനെ സഹായിക്കാം. 2, ആ ഒരു സിറ്റുവേഷൻ അവന് വേണമെങ്കിൽ മുതലെടുക്കാം. അല്ലേ? അവ 2 കാര്യമുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പൈതൃകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനനുസരിച്ചിരിക്കും. അല്ലേ? അപ്പം നല്ല രീതിയിൽ വീട്ടുകാർ വളർത്തിയില്ല, അല്ലെങ്കിൽ അവനെ ഞരമ്പത്തരം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അങ്ങനെയുള്ളവന് നല്ല അടി കൊടുത്ത് നല്ല പെട കൊടുത്ത് കയറ്റി വിടണം. അല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ പറ, ഇവിടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ഇപ്പോഴും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങൾ പറ, ഇവിടെ പിഞ്ചു കുഞ്ഞിനെ പോലും, ഇവിടെ എറണാകുളത്ത് ആലുവയിൽ അസഫാക്കൽ എന്ന് പറയുന്ന ഒരു പുന്നാരം, ഒരു പിഞ്ചു കുഞ്ഞിനെ അവൻ പിടിപ്പിച്ച് ഇല്ലാണ്ടാക്കിയിരിക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ വസ്ത്രദാനത്തിന് എന്ത് പ്രശ്നമായിരുന്നു? എന്ത് പ്രശ്നത്തിന്റെ പേരിലാണ് ആ കുഞ്ഞിനെ അവൻ അങ്ങനെ ചെയ്തത്? അത് അവന്റെ കുഴപ്പമല്ലേ? അത് തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിലുള്ളത്? അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കിന് ഇമാതിരി വർത്താനങ്ങളൊക്കെ എന്താണെങ്കിലും കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ മഞ്ജു ചേച്ചി ഇതുപോലെ ദയാസുജിത്തും തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കിനി അതൊന്ന് വിശദമായിട്ട് കേൾക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവര് പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്, എനിക്ക് തുണിയില്ലാന്നൊരു പിക്ചർ ഒക്കെ ഇട്ടാന്നേ ഉള്ളൂ അവർ പറയുന്ന രീതി വെച്ചിട്ട്. പക്ഷേ ആസ് എ മോഡൽ ഐ ഗെറ്റ് പെയ്ഡ് ടു വെയർ അവരുടെ ഡ്രസ്സ്, അതേ ഞാൻ ചെയ്തുള്ളൂ. അതിൽ കുറേ ഹേറ്റ് കംസ്. ഇത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. ഒരു ചേച്ചി എനിക്ക് റിപ്ലൈ ആണത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന് യു ഷുഡ് ഗെറ്റ് റേപ്ഡ്. എൻ്റെ കമന്റിലല്ല, പേഴ്സണലി മെസ്സേജ് അയച്ചത്. ഞാൻ അവരുടെ ബയോ എടുത്ത് നോക്കിയപ്പോൾ കൊച്ചിനെ കൊണ്ടാണ് നിൽക്കുന്നത്, മകളെയും കൊണ്ടാണ് അമ്മ നിൽക്കുന്നത്. എന്നിട്ട് മറ്റെന്തോ ബൈബിളിൽ ഒരു വേഴ്സും ഉണ്ട്, സാം 1-2 എന്തൊക്കെയോ പറഞ്ഞത്, ദൈവത്തിനെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമന്റ്. അപ്പം ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ദൈവവിശ്വാസി ബൈബിളിൽ ഏതൊക്കെ ഉണ്ട്, മകളുണ്ട്, ഹൗ ഡേ ലൈക്ക് ഇങ്ങനെ ഒരു കമന്റ് പറയാൻ ലൈക്ക് എന്താണ് ട്രിഗർ ആയത് എനിക്ക് മനസ്സിലായി. അതാണ് അങ്ങനെ പറഞ്ഞ അവരേതവളാണെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടി പോകും. അപ്പോൾ പിന്നെ ഈ ദൈവത്തിൻ്റെ കാര്യം, പുള്ളിയുടെ കാര്യം ഭയങ്കര കോമഡിയാണ്. ഇവരൊക്കെ ഈ പറയുന്ന ഈ ദൈവത്തിൻ്റെ കാര്യത്തിൽ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് പുള്ളി ഭയങ്കര സൈക്കോ ആയിട്ട് മാറുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ അവന്മാർ ഇല്ലാണ്ടാക്കുമ്പോഴും അത് എന്ത് വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം പോലും ഈ പറഞ്ഞ ദൈവം ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കും. അത് എന്ത് തരം സൈക്കോ ആണ്ടേ. എന്നിട്ട് നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായപ്പോഴും കൊറോണ വന്നപ്പോഴും ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സുനാമി ഉണ്ടാകുമ്പോഴും ഈ ദൈവം ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നിൽക്കുകയാണ്. എപ്സ്റ്റീൻ കുറെ കൊച്ചു കുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടെ പരിപാടികളൊക്കെ ചെയ്തപ്പോൾ പോലും ഈ ദൈവം കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. എന്ത് ദൈവമാണിത്? പിന്നെ ഇവിടെ ആരാ കറുമ്പി, ഇവിടെ എന്താ മഞ്ജുപിള്ള മോള് ഇങ്ങനെയാണോ നോക്കുന്നത്, ഇവളെന്ത് തെറ്റ്, മഞ്ജുപിള്ള എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. അപ്പോൾ ഐ എം സ്റ്റിൽ ലൈക്ക് അപ്പോഴും മഞ്ജുപിള്ളയാണ് സുഹൃത്തുക്കളല്ല. അച്ഛനൊരു മെയിൽ സൊസൈറ്റിയിലെ മെയിൽ ആയതുകൊണ്ട് അച്ഛൻ അങ്ങനെ അധികം
പറയത്തില്ല. മെയിൻലി മഞ്ജുപിള്ള ഫീമെയിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു ഫീമെയിൽ ആയതുകൊണ്ടും ഐ തിങ്ക് അമ്മയുടെ പേരിലാണ് മോസ്റ്റ് എനിക്ക് ഹേറ്റ് കമന്റ്സ് വരുന്നത്. അമ്മയുടെ പേരിൽ മഞ്ജുപിള്ളയുടെ മകൾ എന്ന രീതിയിൽ. സുൽത്താന്റെ മകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഹേറ്റ് കമന്റ്സ്. പിന്നെ പറയും യു ആർ ജസ്റ്റ് ആൻ ആവറേജ് ലുക്കിംഗ് ഗേൾ. ഐ ആം ജസ്റ്റ് ആൻ ആവറേജ് ഗേൾ. ഐ നോ ദാറ്റ്. എനിക്ക് അത്യാവശ്യം സൗന്ദര്യമുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഐ എം പ്രെറ്റി. ബാക്കിയുള്ളവരും ദേ പ്രെറ്റി ഇൻ ദെയർ ഓൺ വേ. പക്ഷെ എന്നാലും ആവറേജ് ഗേൾ എന്തുണ്ട്, കാണാൻ എന്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, നോ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഹു ഡു യു തിങ്ക് യു ആർ എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ് വരും. പിന്നെ അമ്മ നീ നിഗ്ലക്ട് ആക്ക് കുറേ ഹേറ്റ് കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ അമ്മ ജസ്റ്റ് നിഗ്ലക്റ്റഡ് അത് മാറ്റം. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമന്റ്, ഒരുങ്ങി എന്നടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമന്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നികളിക്കണ്ടെന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞു ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെ കണ്ട് ഹേർട്ട് ചെയ്യുക തന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് അവന്റെ അടുത്ത് ആരാധന തോന്നുന്നു പറയുന്നവന്റെ അടുത്ത്. കൈ കിട്ടി അവളെ തല്ലി ഞാൻ കാലടിക്കേണ്ട കൊച്ചിനെ പറയുന്നോടാൻ ചേച്ചിക്ക് ജാനി പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നല്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. അല്ല ഞാൻ ഇതാവുന്നല്ല, ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ കൂട്ടുന്നു. മദർ അമ്മ എന്ന നിലയിൽ പറയാറുണ്ട് അമ്മ ലക്ഷ്മി ദേശമമ്മ ഭദ്രവലിയാണെന്നമ്മ. ഞാൻ എന്റെ അതാണ് സ്വന്തം മകളുടെ കാര്യം വരുമ്പോൾ ഏതൊരു അമ്മയാണെങ്കിലും അത് ഏതൊരറ്റം വരെയും പോകും. അത് അങ്ങനെയാണ് അല്ലേ? പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ എന്നാ പറയാനാണ്. കുറേ നാൾ മുന്നേ ഹണി റോസിന്റെ വസ്ത്രദാനത്തെ പറ്റി ഇതുപോലെയായിരുന്നു. നമ്മുടെ ന്യൂസ് ചാനൽസ് പോലും, മറ്റ് വിദേശത്തുള്ള പല ന്യൂസ് ചാനൽസും ഇതുപോലെ അവിടെ നാട്ടിലെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനും നാട്ടിലെ പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരാനും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അവിടെ ചർച്ചകൾ നടക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഹണി റോസിന്റെ വസ്ത്രധാരണം ശരിയാണോ തെറ്റാണോ? അത് കഴിഞ്ഞിട്ട് ഇപ്പം നാണ്ട് ഇവിടെ ശശിനവി പുള്ളിക്കാരി ആരും വീഡിയോ ഇട്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ പൊക്കോട്ടേന്ന് വരുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഓരോ വീഡിയോസിനകത്തിലെ കമന്റ് ബോക്സിൽ വരുമ്പോഴത്തേക്കിന് ഈ കമന്റ് സെക്ഷനിലെ ആൾക്കാർ ഇത് കാണുമ്പോഴാണ് അതാണ് ശരി, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യമാണ് അവർ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൈക്കോകളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തോന്നടേ ഇത്? എനിക്കത് മനസ്സിലാകാത്ത. ഇപ്പോഴും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി ഇതാ. ഈ അസഭാകാലത്തെ പോലുള്ള പുന്നാര മക്കള്, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇപ്പൊ ആലുവയിൽ അവൻ ഇല്ലാണ്ടാക്കിയപ്പോഴും, അല്ലെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ അവരുടെ എന്ത് വസ്ത്രധാരണത്തിനാണ് പ്രശ്നം? ആ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണോ അതോ ഇവനെ പോലുള്ളവന്മാരുടെ പ്രശ്നമാണോ? അത് നിങ്ങൾ പറ. അങ്ങനെയാണെങ്കിൽ അതിന് നിങ്ങളൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ പറയാം നമുക്ക്, ഓക്കെ അത് വസ്ത്രത്തിന്റെ പ്രശ്നമാണെന്നുള്ള പറയാം. എന്തുവാടെ ഇപ്പോഴും ശിലായുഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ശിലായുഗത്തിലോട്ട് വണ്ടി പിടിച്ചു പോകും. അതാണ് നിങ്ങൾക്ക് ഒരു ടൈം മെഷീൻ എത്രയും പെട്ടെന്ന് ആരുടെയും ഉണ്ടാക്കി എലോൺ മസ്കിലോട്ടെല്ലാം ഉണ്ടാക്കി തരാൻ പറയാം. എന്നിട്ട് നിങ്ങൾ ശിലായുഗത്തിൽ പോയി ജീവിക്കുക ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് നിൽക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആന്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ പറയുന്ന ഇത്രയും ആൾക്കാർക്ക് വേണ്ടുന്നത്. നിങ്ങൾക്ക് ഗ്രാവിറ്റിയുടെ ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ നിൽക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ആന്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇട്ട് നിങ്ങൾ ഏറി കയറിപ്പോ വല്ല ചന്ദ്രനിലോ ചൊവ്വയിലോ പോയി ജീവിക്കുക. ഇപ്പോഴും ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ പറയണില്ല. എന്താണ് ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.